Hi all, എല്ലാവർക്കും നമസ്കാരം. So in the last session we were discussing about bar bending schedule and we have discussed about some of the portions and uh, I mean we had a discussion regarding one of the numerical problems and there we learned how to take the bar bending quantity, total quantity of reinforcements used in a beam. Okay. So there itself I have told you that in the coming sessions we will discuss about some other structural members like slabs. So in this session we are going to deal with another structural member, that is slab, and how to calculate the quantity of reinforcements used in a slab, a simple slab that we can see in our day-to-day life. So let's move into the topic, and before that I will try to revise the portions I have taught you in the previous session. So കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യം ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആയിരുന്നു. അതിൽ മെയിനായിട്ട് വരുന്നത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും മാസിലാണ് പറയുന്നത്. It can be either in kilogram or quintal or ton. ഓക്കെ, അപ്പോൾ എത്ര കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ എന്നും എത്ര കിലോഗ്രാം ആണ് ഒരു ടൺ എന്നും ഐഡിയ ഉണ്ടാവണം. സോ അങ്ങനെ വെയിറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ അതിന് നമുക്ക് ഡെൻസിറ്റി ആവശ്യമാണ്, വോളിയം ആവശ്യമാണ്. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ ഇൻറ്റു ലെങ്ത്. ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാർ ഉണ്ടെങ്കിൽ ആ റീഇൻഫോഴ്സ്മെന്റ് ബാറിനെ കട്ട് ചെയ്തിട്ട് ഇതായിരിക്കും ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇവിടെ നോക്കുന്ന വ്യൂ ആയിരിക്കും ക്രോസ് സെക്ഷൻ. സോ അത് ജനറലി ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. സോ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഇത് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ലെങ്ത്. ആ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയയും ലെങ്ത്തും ഉണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കാം. ആ വോളിയവും ഡെൻസിറ്റിയും ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് കണ്ടുപിടിക്കാം. സോ അതായിരുന്നു നമ്മൾ ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത്. സോ പിന്നീട് പറഞ്ഞ കാര്യം, ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ലെങ്ത്തിനകത്ത് ചില മോഡിഫിക്കേഷൻസും ചില പർട്ടിക്കുലർ രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. റീഇൻഫോഴ്സ്മെന്റ് ബാർ ഒരിക്കലും ഒരു സിംഗിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കിടക്കുകയല്ല. അതിൻ്റെ എൻഡിൽ ഹുക്ക് ഉണ്ടാവും. ഓക്കെ, രണ്ട് സൈഡിൽ ഹുക്ക് ഉണ്ടാവും. ചില കേസിൽ ബെൻഡപ്പ് ബാർ ആയിട്ട് കൊടുക്കും, ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ബാർ കൊടുക്കാതെ ബെൻഡ് ചെയ്ത് കൊടുക്കും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയതാണ്. അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് എങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അത് കാണാത്തവർ അത് ആദ്യം കാണുക. അത് കണ്ടിട്ട് ആ സെഷൻ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ടോപ്പിക്കിലേക്ക് വരിക, ഈ ഒരു സെഷനിലേക്ക് വരിക. അതർവൈസ് നിങ്ങൾക്ക് അതൊരു ഒരു ഫോളോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. Prepare a detailed estimate of RCC roof slab of 3 meter clear span and 6 meter long from the given drawing. Bar bending schedule is to be prepared. പറഞ്ഞിട്ടുണ്ട്. സൈഡ് കവർ ഈക്വൽ 4 സെൻറ്റിമീറ്റർ ആൻഡ് വെർട്ടിക്കൽ കവർ ഈക്വൽ 2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തന്നിരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ തരണം. അതിൻ്റെ ഫിഗർ അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ പറഞ്ഞ ക്ലിയർ സ്പാൻ 3 മീറ്റർ ക്ലിയർ സ്പാൻ 6 മീറ്റർ ലോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ സ്പാനും നിങ്ങൾ അറിയാലോ ക്ലിയർ സ്പാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ക്ലിയർ സ്പാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ലാബ്. നിങ്ങൾ ജസ്റ്റ് മുകളിലേക്ക് നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോർഷനാണ്. അതായത് ഇപ്പോൾ ഒരു ഓക്കെ, അപ്പോൾ ഇത് സ്ലാബ് ആണ്. ഓക്കെ, മുകളിൽ കാണിച്ചിരിക്കുന്നത് ഇത് സ്ലാബ്. ഓക്കെ, ഇത് അതിൻ്റെ സപ്പോർട്ടാണ്. ഓക്കെ, സപ്പോർട്ട്. സോ സ്ലാബ് സപ്പോർട്ടിൻ്റെ മുകളിൽ നിൽക്കും. ഇത് ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. സോ സ്ലാബ് സപ്പോർട്ടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ
ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ അകത്തെ സ്പാൻ ആണ്, ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ സ്പാൻ. ഓക്കെ, ക്ലിയർ സ്പാൻ. ഓക്കെ, അതാണ് ക്ലിയർ സ്പാൻ. സോ ക്ലിയർ സ്പാൻ 3 മീറ്റർ ആണെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സെൻറ്റർ ടു ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് അവിടെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ സപ്പോർട്ടിൻ്റെ ഡയമെൻഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ആ രീതിക്കാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് പോകുന്നത്. സോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സോ അവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സൈഡ് കവർ 4 സെൻറ്റിമീറ്റർ, വെർട്ടിക്കൽ കവർ 2 സെൻറ്റിമീറ്റർ. അതായത് സ്ലാബിൻ്റെ എൻഡിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ നീളത്തിൽ കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ സ്പേസ് ഉണ്ട്, ചെറിയൊരു സ്പേസ് ഉണ്ട് ഈ സൈഡിലായിട്ട്. രണ്ട് സൈഡിലും ഒരു കവർ കൊടുക്കുമല്ലോ, കാര്യം റീഇൻഫോഴ്സ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അകത്ത് നിർത്താൻ വേണ്ടി. സോ ആ ഡയമെൻഷൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി എടുക്കണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ഇനി മെയിനായിട്ട് വേണ്ടത് ഡ്രോയിങ് ആണ്. സോ ഡ്രോയിങ്ങിനകത്ത് എന്ത് വേണം, റീഇൻഫോഴ്സ്മെൻറ്റ് ഏതൊക്കെ ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. ടൈപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ പ്രത്യേകതകൾ, എത്ര ഡയമീറ്റർ ആണ്, എത്ര ഡയമീറ്റർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, അല്ല ഡയമീറ്റർ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് സ്ട്രെയിറ്റ് ബാർ ആണോ ബെൻഡ് ബാർ ആണോ എന്നൊക്കെ നമുക്ക് അറിയണം. പിന്നീട് അറിയേണ്ടത് സ്ലാബിനകത്ത് കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ് എത്രയാണ്, സ്പേസിങ് തമ്മിൽ, അതായത് ഒരു റീഇൻഫോഴ്സ്മെൻറ്റും അടുത്ത റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള സ്പേസിങ് എത്രയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയണം. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് പോവാം. ഡ്രോയിങ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ ഇതാണ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഫിഗർ. നമുക്ക് ഡ്രോയിങ്ങിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു തന്നിരിക്കുന്ന രണ്ട് ഡ്രോയിങ്സ് ഉണ്ട്. രണ്ട് ഡ്രോയിങ്ങിന് ഒന്നെന്ന് പറയുന്നത് സെക്ഷനും ക്രോസ് സെക്ഷനും, മറ്റേത് പ്ലാനുമാണ്. ഓക്കെ, സോ ഈ കാണിച്ചിരിക്കുന്നതാണ് സെക്ഷൻ, ക്രോസ് സെക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് പ്ലാൻ. സോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്രോസ് സെക്ഷനിലേക്ക് ശ്രദ്ധിക്കുക. നമുക്കിവിടെ പല ടൈപ്പ് ബാർസ് ഉണ്ട്. അതിനു മുന്നേ ക്ലിയർ സ്പാൻ 3 മീറ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 3 മീറ്റർ ക്ലിയർ സ്പാൻ. പക്ഷെ 3 മീറ്ററിനകത്ത് 15 സെൻറ്റിമീറ്റർ അകത്തേക്ക് പോയിട്ടുണ്ട്. രണ്ട് സപ്പോർട്ടിനകത്തേക്ക് സ്ലാബിൻ്റെ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് 15 സെൻറ്റിമീറ്റർ ആണ്. സോ അതിനുശേഷം വന്നിരിക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ ടൈപ്പ് ശ്രദ്ധിക്കുക. നമുക്കിവിടെ 12 mm ഡയമീറ്റർ മെയിൻ ബാർ. ഓക്കെ, രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ബാർ 6 mm ഡയമീറ്റർ, 18 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ. അതായത് ഒരു ബാറിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ബാറിൻ്റെ സെൻറ്റർ വരെ, അതായത് ഇപ്പോൾ 2 ബാർ ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ബാറിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ബാറിൻ്റെ സെൻറ്റർ വരെ നമുക്ക് 18 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഇടയ്ക്ക് ഒരു ബെൻഡപ്പ് ബാർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് ബാർസ് ബെൻഡപ്പ് എന്ന് പറഞ്ഞിരിക്കുക. അത് നിങ്ങൾക്ക് പ്ലാനിൽ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പം നോക്കുക, ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു പ്ലാനിലും കാണാൻ പറ്റും. സോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഈ ഒരു ബാർ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് എൻഡ് വരെ പോകുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത ബാർ നോക്കിക്കേ, നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വരെ ഒറ്റ സ്ട്രെച്ച് ലൈൻ കാണിച്ചിട്ട് അതിനുശേഷം ഡോട്ടഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് പ്ലാനിൽ കാണുന്നില്ല, പക്ഷെ ഈ ഒരു പ്ലാനിൽ കാണത്തില്ല, പക്ഷെ അവിടെ യഥാർത്ഥമായിട്ട് ബാർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോട്ടഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളെപ്പോഴും പ്ലാൻ എടുക്കുന്നതും ഔട്ട്സൈഡ് പ്ലാൻ എന്നല്ല, പ്ലാൻ എന്ന് എടുക്കുന്നത്, ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, വീടിൻ്റെ സിൽ ലെവലിൽ കട്ട് ചെയ്തിട്ട് മുകളിലത്തെ ഭാഗം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് മുകളിൽ നിന്ന് നോക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് പ്ലാൻ എന്ന് പറയുന്നത്. സോ അതേപോലെ ഇവിടെ ഒരു പ്ലാൻ കാണണമെങ്കിൽ ഒരു പ്ലെയിനിൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്തിട്ട് ടോപ്പിൽ നോക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ആ എടുത്തിരിക്കുന്ന സെക്ഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ബാർ സ്ട്രെയിറ്റ് ബാർ ആണെങ്കിൽ ഫുള്ള് കാണാൻ പറ്റും. പക്ഷെ ബെൻഡപ്പ് ബാർ
കാണാൻ പറ്റത്തില്ല മൊത്തം. കാര്യം എന്തുകൊണ്ടാണ്? ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു സ്ലാബിന്റെ ഹാഫ് വെച്ചിട്ട് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹാഫ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ഹാഫിന് മുകളിലോട്ടുള്ള പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടല്ലേ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഹാഫിന് മുകളിലോട്ടുള്ള പോർഷൻ എന്ത് പറ്റും? ഇല്ല, അവിടെ കട്ട് ചെയ്ത് മാറ്റി. സോ ഈ ബെൻഡപ്പ് ബാറിന്റെ ഈ പോർഷൻ പ്ലാനിനകത്ത് കാണത്തില്ല, പക്ഷെ ആ ബെൻഡപ്പ് ബാർ അവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. സോ അവിടെ മെയിൻ ബാർ 12 mm, അതിന്റെ സ്പേസിങ് എത്രയാണ്? 12 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിവിടെ 18 സെന്റിമീറ്ററിന്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 12 സെന്റിമീറ്ററിന്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റ് ബാർസ് ബെൻഡപ്പ് ആണ്. ഒരു ബാർ സ്ട്രെയിറ്റ് ആയിരിക്കും, തൊട്ടടുത്തത് ബെൻഡപ്പ് ആയിരിക്കും, പിന്നെ അടുത്തത് സ്ട്രെയിറ്റ് ആയിരിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? ക്വാണ്ടിറ്റി എടുക്കണം. ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെ ടൈപ്പ് ബാർ ഉണ്ടെന്ന് ആദ്യം നോക്കുക. അത് ഏതൊക്കെ ടൈപ്പ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സ്ട്രെയിറ്റ് ബാർ ആണോ ബെൻഡപ്പ് ബാർ ആണോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഡയമീറ്റർ എത്രയെന്ന് നോക്കണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് എക്സാമ്പിൾ പറയാം. ഇപ്പം സ്ട്രെയിറ്റ് ബാർ തന്നെ 12 mm 10 mm ഉണ്ടെങ്കിൽ അത് രണ്ട് ടൈപ്പായി. ഈ കേസിൽ സ്ട്രെയിറ്റ് ബാർ 12 ഉണ്ട്, ബെൻഡപ്പ് ബാർ 12 ഉണ്ട്, ശരിയല്ലേ? പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ബാർ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ബാർ ഇവിടെ 6 mm ഡയമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഉണ്ട്. പിന്നീട് വരുന്ന ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഉണ്ട്. സോ അതായത് ഈ ബെൻഡപ്പ് ബാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടോപ്പ് സൈഡിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഇതൂടെ കൺസിഡർ ചെയ്യണം. എനിക്ക് തോന്നുന്നു 4 ടൈപ്പ് ബാറാണ് ഇത് ഈ ഒരു ഫിഗർ പ്രകാരം വരുന്നത്. നമുക്ക് നോക്കാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ കണ്ട അതേ ഫിഗർ തന്നെയാണ് സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട അതേ സെക്ഷൻ തന്നെയാണ്. അത് ചെറിയ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണെന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് സെക്ഷനിൽ കൂടുതൽ ഡയമെൻഷൻസ് എല്ലാം മീറ്ററിലാണ് കാണിച്ചിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് mm കൂടുതൽ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ക്ലിയർ സ്പാൻ 3 മീറ്റർ, അതായത് 3000 mm തന്നിട്ടുണ്ട്. അതിനുശേഷം സ്ലാബ് സപ്പോർട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ഒരു 150 mm അകത്തേക്കുണ്ട് രണ്ട് സൈഡിലും. 150 mm എന്ന് പറയുമ്പോൾ നിയർലി 15 സെന്റിമീറ്റർ ആണ്. സോ ആ അകത്തോട്ടു കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അകത്തോട്ടു കൂടി ആ സ്ലാബ് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഇനി പറയാനുള്ളത് സ്ലാബിന്റെ കേസിൽ, ഇപ്പൊ ബീമിന്റെ കേസിൽ കഴിഞ്ഞ ഇതിന് മുമ്പിലത്തെ സെഷനിൽ പഠിപ്പിച്ച പ്രോബ്ലത്തിലുണ്ടായിരുന്നു. ബീമിന്റെ കേസിലാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ 2 numbers 18 mm ബാർ എന്ന് എടുത്ത് പറയാൻ പറ്റും. പക്ഷെ സ്ലാബിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം സാധാരണ പറയാൻ പറ്റില്ല എന്നല്ല, സാധാരണ ഡേറ്റ നമുക്ക് കിട്ടുമ്പോൾ, അതായത് ഇതിന്റെ ക്വാണ്ടിറ്റി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ തരുമല്ലോ ആദ്യം. സോ ആ തരുന്ന ഡേറ്റയ്ക്കകത്ത് ഇത്ര നമ്പർ ഓഫ് ബാർസ് എന്ന് തരത്തില്ല, മറിച്ച് ഇത്ര ഡയമീറ്റർ ബാർസ് അറ്റ് സ്പേസിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ തരത്തുള്ളൂ. അതായത് 6 mm ബാർ അറ്റ് 100 mm സെന്റർ ടു സെന്റർ എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ ഡേറ്റ തരത്തുള്ളൂ. സോ നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ റിക്വയർമെന്റ് ആണ് എത്ര നമ്പർ ഓഫ് ബാർസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ അതിൽ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്പർ ഓഫ് ബാർസ് ഈക്വൽസ്, ശ്രദ്ധിച്ചു നോക്കിയേ, 6300. ഈ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാർ അല്ല, മറിച്ച് ഈ താഴെ കാണുന്ന മെയിൻ ബാർ 12 mm ബാർ അറ്റ് 120 സെന്റർ ടു സെന്റർ. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് ബാർസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കിക്കേ. 6300 മൈനസ് 80 ഡിവൈഡഡ് ബൈ 120 പ്ലസ് 1. ഇതെന്താണ് ഇങ്ങനെ വന്നതെന്ന്
ഐഡിയ ഉണ്ടോ? എല്ലാവരും ചിന്തിച്ച് നോക്കിയേ. 6300 മൈനസ് 80/120 പ്ലസ് 1. അതെങ്ങനെയാണ് വന്നത്? അത് വരാനുള്ള റീസൺ 6300 എന്ന് പറഞ്ഞാൽ 6000 ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞതാണ്. എന്ത്? ഒരു സ്ലാബ് ഉണ്ട്, സ്ലാബിൻ്റെ ഡയമെൻഷൻ 3/6 ആണ് അല്ലേ, അതിൻ്റെ ക്ലിയർ സ്പാൻ. സോ സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സ്ട്രാ ക്ലിയർ സ്പാൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡ് സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. സോ സപ്പോർട്ട് വരുന്ന സമയത്ത് ഇപ്പം സപ്പോസ് ഇതിന് 4 സൈഡിൽ ഇങ്ങനെ താഴെ വരെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ. അപ്പം സ്ലാബിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പം 6/3 ആണ് ക്ലിയർ സ്പാൻ എങ്കിലും നമുക്കിപ്പം ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്നത് പ്ലാൻ ആണ്. സോ അതിനകത്ത് മെയിൻ ബാർ ഇപ്പം ഈ സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന മെയിൻ ബാർ നിങ്ങൾക്ക് കാണാമല്ലോ, ശ്രദ്ധിക്കുക. സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന മെയിൻ ബാർ ആണ് ഈ താഴെ ഇങ്ങനെ വിത്ത് ഹുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അത് പ്ലാനിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്? അതായത് ഇപ്പം ഇത് 6 ആണെങ്കിൽ ആ 6-നകത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തായിരിക്കും കിടക്കുന്നത്. അത് നമ്പേഴ്സ്, ഇത് ഞാൻ അപ്രോക്സിമേറ്റ്ലി വരച്ചതാണ്, നമ്പേഴ്സ് വേരി ചെയ്യാം. സോ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ ബാൾസിൻ്റെ എണ്ണമാണ് നമുക്ക് അറിയേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ലെങ്ത്, ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? വെറും 6 കൺസിഡർ ചെയ്താൽ മതിയോ? നമ്മൾ ഏത് റീഇൻഫോഴ്സ്മെന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത്, ആ റീഇൻഫോഴ്സ്മെന്റ് സ്പ്രെഡായി കിടക്കുന്ന ആ ലെങ്ത് അതെത്രയാണ്? ആ സ്പ്രെഡായി കിടക്കുന്ന ലെങ്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ മെയിൻ ബാർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു മെയിൻ ബാർ, അടുത്ത മെയിൻ ബാർ, ഇങ്ങനെ ബാർസ് ഒരുപാട് ഉണ്ടാവുമല്ലോ. സോ അത് എത്രത്തോളം നീളത്തിൽ കിടപ്പുണ്ടെന്നുള്ള ആ ലെങ്ത് ആണ്. ഈ കേസിൽ ക്ലിയർ സ്പാൻ 6 ആണ്, പക്ഷെ ടോട്ടൽ ലെങ്ത് എത്ര വരും? 6ന്റെ കൂടെ ഒരു 150 പ്ലസ് 150. അതെന്താണ് ഈ 150 പ്ലസ് 150? ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു സപ്പോർട്ടിനകത്തേക്ക് കൂടി സ്ലാബ് കയറി ഇരിപ്പുണ്ട്. സോ സ്ലാബിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ 6 അല്ലെങ്കിൽ 6000 mm ആണെങ്കിലും ടോട്ടൽ ലെങ്ത് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് 6000ന്റെ കൂടെ ഒരു 150 ഒരു സൈഡിലും അടുത്ത 150 അടുത്ത സൈഡിലും ആഡ് ചെയ്യണം. സോ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6300. ഓക്കെ, അതവിടെ കിട്ടിയേ. ആ 6300-ൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? 80 കുറയ്ക്കണം. എന്തിനാ 80 കുറയ്ക്കുന്നത്? ടോട്ടൽ സ്ലാബിന്റെ ലെങ്തിൽ നിന്ന് കവർ, ഒരു സൈഡിൽ കവർ എത്രയാണ്? 40 mm കുറച്ചു, രണ്ടാമത്തെ സൈഡിൽ 40, അങ്ങനെ മൊത്തം 80 കുറച്ചു. ഓക്കെ, അങ്ങനെ കവർ കുറയ്ക്കുമ്പോൾ ഒരു സൈഡിൽ കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാബിന്റെ എഡ്ജിൽ നിന്ന് ആദ്യത്തെ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെയുള്ള ദൂരമാണ്, ശരിയല്ലേ? സോ രണ്ട് സൈഡിലും കവർ കുറച്ചു. അപ്പോൾ കവർ കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇത് സ്ലാബ് ആണെങ്കിൽ സ്ലാബിന്റെ ഏറ്റവും അറ്റത്തെ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ തൊട്ട് ഈ അറ്റത്തെ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെ ആ തമ്മിലുള്ള ദൂരമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എപ്പോൾ കിട്ടിയത്? ടോട്ടൽ 6.3 മീറ്ററിൽ നിന്നും രണ്ട് സൈഡും കവർ കുറയ്ക്കുമ്പോൾ കിട്ടിയത്. പക്ഷേ നമ്പർ ഓഫ് ബാൾസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ 6300 മൈനസ് 80 ഡിവൈഡ് ചെയ്യണം. എന്ത് വെച്ച്? ഓരോ ബാറും തമ്മിലുള്ള സ്പേസിങ് വെച്ചിട്ട്. സ്പേസിങ് എത്രയാണ്? 120. അങ്ങനെ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ്, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു +1. എന്തിനാണ് ഈ +1 ചെയ്യുന്നത്? +1 ചെയ്യുന്നതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. രണ്ട് സൈഡിലെ ഏറ്റവും എൻഡിലുള്ള ബാൾസിന്റെ ഒരു സെന്ററിൽ നിന്ന് ഇപ്പുറത്തെ എൻഡിലുള്ള ബാറിന്റെ സെന്റർ വരെയുള്ള ദൂരമാണ് നമ്മൾ ഇവിടെ വെച്ച് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ലീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഒരു പകുതി ഭാഗമുണ്ട് രണ്ട് സൈഡും. പകുതി ഭാഗം ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഈ എൻഡിലെ ബാറിന്റെ ഒരു പകുതി ഭാഗം നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തില്ല.
താഴത്തെ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ഒരു പകുതി ഭാഗം നമ്മൾ കൺസിഡർ ചെയ്തില്ല. സോ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഹാഫ് പ്ലസ് ഹാഫ് 1, അങ്ങനെ അതാണ് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് 53. ഓക്കെ, അങ്ങനെ 53 ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഫിഗർ പ്രകാരം, ഡ്രോയിങ്സ് പ്രകാരം നമ്പർ ഓഫ് ബാർസ് ഈക്വൽസ് 53. ഈ 50 ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. സോ ഇപ്പം നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ ടോപ്പിലത്തെ കാര്യം എന്ന് പറയുന്നത് ഫിഗറാണ്, ഐ മീൻ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട കാര്യമാണ്. അതിനുശേഷം കാണിച്ചിരിക്കുന്നത് ടാബുലർ കോളം. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ടാബുലർ കോളം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് വെയിറ്റ് ആണ്. വെയിറ്റിലേക്ക് എത്താൻ വേണ്ടി ലെങ്ത് വേണം. ഓക്കെ, ലെങ്ത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്, ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ബാർസ് എല്ലാം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തതിനു ശേഷം ക്ലാസിഫൈ ചെയ്യണം. എത്ര ടൈപ്പ് റീഇൻഫോഴ്സ്മെന്റ് ബാർ ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ വൺസ് ക്ലാസിഫൈ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്പർ 1, ആദ്യത്തെ ടൈപ്പ് ബാർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 12 mm ഡയമീറ്റർ സ്ട്രെയിറ്റ് ബാർ. ഓക്കെ, സോ സ്ട്രെയിറ്റ് ബാർ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 12 mm ബാർ എവിടെയാണ് വരുന്നത്? ഇവിടെ മെയിൻ ബാർ 12 mm ബാർ ഇവിടെ വന്നിട്ടുണ്ട്. സോ 12 mm ബാറിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാറാണ്. സോ അതിൻ്റെ ലെങ്ത് ഓഫ് ഈച്ച് ബാർ, ഈ ബാറിൻ്റെ ഇങ്ങനെ ഹൊറിസോണ്ടലി പോകുന്ന ഈ ബാറിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? സോ അതിനു വേണ്ടി 3300 എന്ന് പറഞ്ഞാൽ എന്താണ്? 3300 എന്ന് പറഞ്ഞാൽ ഈ 3000 പ്ലസ് 150 പ്ലസ് 150, 3000 പ്ലസ് 18 into 12. എന്താണ് 18 into 12? ആലോചിച്ച് നോക്കിയേ. 18 into 12 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹുക്ക് രണ്ട് സൈഡിലും ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഹുക്ക് ഉണ്ട്. സോ ഒരു ഹുക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 9D ആണ്, വേർ D is the diameter. സോ അങ്ങനെ രണ്ട് ഹുക്ക് ആവുമ്പോൾ 2 into 9D, അതായത് 18D. ആ D ആണ് 12. സോ 18D മൈനസ് 2 into 40. എന്താണ് ഈ 2 into 40? രണ്ട് സൈഡിലും കവർ ഉണ്ട്. സോ കവർ കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, 3.436 മീറ്ററിന് കിട്ടി. യൂണിറ്റ് മീറ്റർ ആണ്. പിന്നെ അതിനുശേഷം നമ്പർ ഓഫ് ബാർസ് ഉണ്ട്. നമ്പർ ഓഫ് ബാർസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ബാറിന്റെ നീളം നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ പുറകിലോട്ട് ബാർസ് ഒരുപാട് പോയിട്ടുണ്ടല്ലോ. നിങ്ങൾക്കത് എന്താണ് ഒന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇതിനു മുമ്പ് നമ്മൾ വരച്ച് കാണിച്ചിരുന്നല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഇത് 6, ഇത് 3. ഓക്കെ, ഇത് ക്ലിയർ സ്പാൻ ആണ് വരച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ ബാർ, ഓക്കെ, ഈ ബാറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സെക്ഷനിൽ കാണാൻ പറ്റുന്നതെന്ന് കരുതുക. അതിന്റെ പുറകിൽ ഒരുപാട് ബാർസ് ഉണ്ടല്ലോ, ഇങ്ങനെ പുറകിൽ ഒരുപാട് ബാർ ഉണ്ടല്ലോ. ഓക്കെ, സോ ആ നമ്പർ ഓഫ് ബാർസ് എങ്ങനെ കണ്ടുപിടിക്കും? ആ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത്, ഈ ലെങ്ത്, അതായത് ഈ ലെങ്ത് എത്രയാണ്? 6 മീറ്റർ ക്ലിയർ സ്പാൻ ആണ്. അതിന്റെ കൂടെ എന്തുണ്ട്? രണ്ട് സൈഡിലും സപ്പോർട്ട് കൂടെ വരുമ്പോഴത്തേക്ക് 6300, അതായത് 6300 മൈനസ് 80. എന്താണ് 80? 6300 നിന്ന് രണ്ട് സൈഡും കവർ കുറച്ചു. കവർ കുറച്ചതിന് ശേഷം ഡിവൈഡഡ് ബൈ 2 into 120. എന്തുകൊണ്ടാണ് ഈ 2 into 120 വന്നത്? സ്പേസിങ് 120 എന്നിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് 2 into 120 വന്നത്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക. ഒരു റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെയിറ്റ് ബാർ, അടുത്ത റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെയിറ്റ് ബാർ, അത് തമ്മിലുള്ള ദൂരം വെച്ചിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് 2 into 120 എടുത്തത് എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം, ഫിഗറിൽ പറഞ്ഞിരുന്നു ഓൾട്ടർനേറ്റ് ബാർസ് ബെൻഡപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എല്ലാം നടുക്ക് ഒരു ബെൻഡപ്പ് ബാർ വരുന്നുണ്ട്. ഓക്കെ, സോ
ഒരു സ്ട്രെയിറ്റ് ബാർ ഒരു ബെൻഡപ്പ് ബാർ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ബാറും അടുത്ത സ്ട്രെയിറ്റ് ബാറും തമ്മിലുള്ള ദൂരം എത്രയാണ്? 240 അടുത്തടുത്ത് നിൽക്കുന്ന ബാൾസ് തമ്മിലാണ് 120 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു സ്ട്രെയിറ്റ് ബാറിന്റെ തൊട്ടടുത്ത് വരുന്ന ഏതാണ്? ഒരു ബെൻഡപ്പ് ബാർ ആണ്. അപ്പൊ അത് അടുത്ത സ്ട്രെയിറ്റ് ബാർ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 240 അതാണ് ഈ 2 × 120 എടുത്തിരിക്കുന്നത്. അതിനുശേഷം +1 കൂടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ റീസൺ ഇതിന് മുമ്പ് പറഞ്ഞതാണ്. സെന്റർ ടു സെന്റർ എടുക്കുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ബാർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ ലെങ്ത് എങ്ങനെ എടുക്കാം? ഈ 3.436 മൾട്ടിപ്ലൈഡ് ബൈ 27 ഒരു ബാറിന്റെ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ടോട്ടൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. ആ ടോട്ടൽ ലെങ്തിൽ നിന്ന് ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കും. ഈ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടില്ല. അത് ഇതിന് മുമ്പിലത്തെ സെഷൻസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും പറയാത്തത്. എങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാം. വെയിറ്റ് കിട്ടാൻ വേണ്ടി ലെങ്ത് നമുക്ക് വേണ്ടത് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി. വോളിയം കിട്ടാൻ വേണ്ടി ഏരിയ ഇൻറ്റു ലെങ്ത്. ആ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്യാൻ വേണ്ടി. സോ ഏരിയ നമുക്ക് അറിയാലോ, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയ. സോ ആ ഏരിയ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവസാനം ടോട്ടൽ വെയിറ്റ് നമുക്ക് കിട്ടും. സോ ഇതാണ് ഐറ്റം നമ്പർ 1. ഇതിനകത്തെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബാർ ഇതാണ്. നമുക്കിനി അടുത്ത ടൈപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഐറ്റം നമ്പർ 2 ആണ്. അതായത് 12 mm ഡയമീറ്റർ ബെൻഡപ്പ് ബാർ ആണ്. സോ ബെൻഡപ്പ് ബാർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ബാർ, രണ്ട് സ്ട്രെയിറ്റ് ബാറിന്റെ നടുക്ക് ഒരു ബെൻഡപ്പ് ബാർ ഉണ്ട്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ബെൻഡപ്പ് ബാർ കൊടുത്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഐറ്റം നമ്പർ 2 ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഷേപ്പ് എഴുതിയിട്ടുണ്ട്, ഷേപ്പ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് 1 ബാർ. ലെങ്ത് ഓഫ് 1 ബാർ എത്രയാണ്? ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 3.436. അതെന്താണ് 3.436? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ഒരു സ്ട്രെയിറ്റ് ബാർ ഉണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് ആണ് ഈ 3.436. നമ്മൾ ഇതിനു മുമ്പ് കാൽക്കുലേഷൻ ചെയ്ത സമയത്ത്, അതായത് ഓരോ സ്ട്രെയിറ്റ് ബാറും ബെൻഡപ്പ് ബാറിന്റെയും ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നു നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. സോ അതിനകത്ത് പറഞ്ഞിരുന്നതാണ് സ്ട്രെയിറ്റ് ബാറിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 0.42 ഡി ഡാഷ് ഒരു ടേം ഉണ്ട്, 0.42 ഡി ഡാഷ്. അപ്പോൾ സ്ട്രെയിറ്റ് ബാറും ബെൻഡപ്പ് ബാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 0.42 ഡി ഡാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നിലവിൽ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് ഉണ്ട്, അതിന്റെ കൂടെ ഒരു 0.42 ഡി ഡാഷ് നമ്മൾ ചെയ്യണം. ഓക്കെ, 0.42 രണ്ട് ബെൻഡപ്പ് ഉള്ളത് കൊണ്ട് 0.42 ഇൻറ്റു 2 ടൈംസ് 0.42 ഡി ഡാഷ് ചെയ്യണം. ഓക്കെ, സോ ഈ ഡി ഡാഷ് എന്നുള്ള വാല്യൂ എന്താണ്? ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് കവർ കഴിഞ്ഞിട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. സോ വെർട്ടിക്കൽ എത്രയാണ്? ഡയമെൻഷൻ 120 ആണ്. 120 നിന്ന് വെർട്ടിക്കൽ കവർ എത്രയാണ്? 2. ഓക്കെ, 2 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതായത് 20 mm. 120 mm നിന്ന് രണ്ട് സൈഡും 20 mm കുറയ്ക്കുക. അതാണ് 2 × 20 mm. സോ അതായത് 80 mm ആയിരിക്കും ഡി ഡാഷിന്റെ വാല്യൂ. സോ ഡി ഡാഷ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ സെഷൻസിലേക്ക് പോവുക. അതിനുശേഷം ഡി ഡാഷ് എന്താണെന്നും അതെങ്ങനെയാണ് ഓരോ ഡി ഡാഷിന്റെ വാല്യൂ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു എന്നും അതവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ അതിനുശേഷം ഡി ഡാഷിന്റെ വാല്യൂ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയത് 3436 പ്ലസ് 0.42 ഡി ഡാഷ് ടൈംസ് 2. കാര്യം എന്തുകൊണ്ട്? രണ്ട് ബെൻഡപ്പ് ഉള്ളത് കാരണം, രണ്ട് സൈഡ് ബെൻഡപ്പ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ 0.84 ഡി ഡാഷ്. സോ അതാണ് 3.503. അത് ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ലെങ്ത് ആണ്. ഇനി നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബാർ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഇതിന് തൊട്ടും ഐറ്റം നമ്പർ 1 ചെയ്തപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ്. 6300 എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ആണ്. മുമ്പ് വരച്ചിരുന്നല്ലോ. സ്ലാബ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് 6. 6ന്റെ കൂടെ സപ്പോർട്ടൂടെ വരുമ്പോഴത്തേക്ക് 6300.
സോ 6300 മൈനസ് 80 എന്താണ് 80? രണ്ട് സൈഡും കവർ കുറച്ചു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആക്ച്വലി 120 ആണ് വരേണ്ടത്. 120 ആണ് വരേണ്ടത്. കാര്യം സ്പേസിങ് എന്തുകൊണ്ടാണ് ഓക്കെ അങ്ങനെ രണ്ട് ടൈംസ് എന്തുകൊണ്ടാണ് വരുന്നത്? കാര്യം ഓൾട്ടർനേറ്റ് ബാർസ് ബെൻഡപ്പ് ആണ്. സോ ഒരു ബെൻഡപ്പ് ബാറും അടുത്ത ബെൻഡപ്പ് ബാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 240 ആണ്. സോ അങ്ങനെ നമുക്ക് നമ്പർ 26 കിട്ടി. ഇവിടെ നമ്മൾ +1 ചെയ്യുന്നില്ല, ശ്രദ്ധിക്കണം. ഐറ്റം നമ്പർ 1-നകത്ത് ഒരു ഒന്നുകൂടെ ആഡ് ചെയ്തു, പക്ഷെ ഐറ്റം നമ്പർ 2-ൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാര്യം ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ കിടക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്സ് ആണ്. അതായത് ഇപ്പൊ നോക്കുക, ഒരു സ്ട്രെയിറ്റ് ബാർ, അടുത്ത സ്ട്രെയിറ്റ് ബാർ, ഇതിനെല്ലാം ഇടയ്ക്ക് എന്തുണ്ട്? ബെൻഡപ്പ് ബാറും ഉണ്ട്. അതായത് ഇപ്പൊ വരച്ച് കാണിച്ചു തരാം. ഒരു സ്ട്രെയിറ്റ് ബാറിന്റെ നടുക്ക് ഒരു ബെൻഡപ്പ് ബാർ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോവാണ്. സോ അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ബാർ കൺസിഡർ ചെയ്തപ്പോൾ ഒന്നും നമ്മൾ ആഡ് ചെയ്ത എക്സ്ട്രാ. ഇനി ബെൻഡപ്പ് ബാർ ചെയ്യുമ്പോൾ വീണ്ടും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആക്ച്വൽ ആയിട്ടുള്ളതിനേക്കാൾ എക്സ്ട്രാ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നമ്മൾ 26 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബെൻഡപ്പ് ബാർസ്. സോ എങ്ങനെയാണ് ടോട്ടൽ ലെങ്ത് കിട്ടുന്നത്? ടോട്ടൽ ലെങ്ത് കിട്ടുന്നത് ഒരു ബെൻഡപ്പ് ബാറിന്റെ നീളം, അതായത് 3.503 മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബെൻഡപ്പ് ബാർസ്. അത് എത്രയാണ്? 26 അല്ലേ? 26 ഇൻറ്റു 3.503 ചെയ്യുമ്പോൾ 91.078 എന്ന് കിട്ടും. സോ ആ 91.078 എന്നുള്ള ലെങ്തിൽ നിന്നും നമുക്ക് വെയിറ്റിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ വോളിയം കിട്ടണം. വോളിയം കിട്ടണമെങ്കിൽ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത്. വോളിയം കിട്ടിയതിന് ശേഷം മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് കിലോഗ്രാമിൽ കിട്ടും. ഓക്കെ, സോ ആ രീതിക്കാണ് പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പല സെഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, സോ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സോ അത് കണ്ടിന്യൂ ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചോദിച്ച് മുകളിലേക്ക് പോകും. ഓക്കെ ഓക്കെ സോ ഐറ്റം നമ്പർ 3 വന്നപ്പോഴത്തേക്കും ഇവിടെ ശ്രദ്ധിക്കുക, ബോട്ടം 6 mm ഡയമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഇവിടെ കാണിച്ചിരിക്കുന്ന, ഇവിടെ റൗണ്ട് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓരോന്നിലും കാണിച്ചിരിക്കുന്ന അല്ലേ? സോ ഇതെല്ലാമാണ് നമുക്കിവിടെ ഡിസ്ട്രിബ്യൂഷൻ ബാർ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ കേസിൽ കാൽക്കുലേഷൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ മെയിൻ ബാറിന്റെ കാൽക്കുലേഷൻ ചെയ്തത്, ഏകദേശം അതുപോലെ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ. ഒരു ചേഞ്ചേ ഉള്ളൂ, അതിന്റെ മെയിൻ ബാർ പോകുന്ന എങ്ങനെയാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ഓറിയന്റേഷൻ. സോ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് നേരത്തെ ഞാൻ വരച്ചതാണ്, ഇതുപോലത്തെ ഫിഗേഴ്സ്. ഇത് 6, ഇത് 3. ഓക്കെ, മെയിൻ ബാർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നതെന്നുള്ളത് ഇതിനു മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞതാണ്. ഡിസ്ട്രിബ്യൂഷൻ ബാർ എങ്ങനെയാണ് കിടക്കുന്നത്? മെയിൻ ബാറിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ബാർ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. മെയിൻ ബാർ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്? മെയിൻ ബാർ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി വരയ്ക്കുകയാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ കൊടുക്കുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ലെങ്ത്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കിട്ടും? കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. 6300. അതെന്താണ് 6300? ക്ലിയർ സ്പാൻ 6 ആണ്. അതിന്റെ കൂടെ സപ്പോർട്ടിന്റെ ഡയമെൻഷനും കൂടെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 6300 മൈനസ് 2 ഇൻറ്റു 40. 2 ഇൻറ്റു 40 എങ്ങനെയാ വന്നത്? 2 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കവർ നമ്മൾ കുറച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? 18D. 18D എന്ന് പറഞ്ഞാൽ ഹുക്കിന്റെ ലെങ്ത്. 9D ആണ് ശരിക്കും ഒരു ഹുക്കിന്റെ ലെങ്ത്. അങ്ങനെ രണ്ട് ഹുക്ക് വരുമ്പോൾ 18D വന്നു. സോ നമുക്ക് അവിടെ ഒരു ബാറിന്റെ ലെങ്ത് 6.328 എന്ന് കിട്ടി. സോ അങ്ങനെ കിട്ടിയിട്ട് അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? എത്ര നമ്പർ ഓഫ് ബാർസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് എന്താ ചെയ്യുന്നത്?
ഏത് സ്പാനിലാണ് അത് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്. എക്സ്റ്റെൻഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എത്ര ദൂരത്തിലാണ് അത് കിടക്കുന്നതെന്ന് നോക്കുക. ബാറുകൾ ഒരു ബാറിന്റെ കാര്യമല്ല, ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്നത്. സോ അതായത് 3300 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മീറ്റർ ക്ലിയർ സ്പാനിന്റെ കൂടെ ഒരു സപ്പോർട്ട് ഡയമെൻഷൻ കൂടെ വരുമ്പോഴാണ് 3300. അതിൽ നിന്ന് 80 കുറച്ചു കവറാണ്. അതിന് ഡിവൈഡഡ് ബൈ 180. 180 എവിടുന്ന് കിട്ടിയതാണ്? ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ സ്പേസിംഗ് ആണ്. ഓക്കെ, അത് 180 ആണ്. സോ സ്പേസിംഗ് +1 കൊടുത്തതിന്റെ റീസൺ ഇത് മുമ്പ് 2 പ്രാവശ്യം പറഞ്ഞിരുന്നു. സോ അങ്ങനെ +1 കൂടെ ചെയ്തപ്പോഴത്തേക്ക് ടോട്ടൽ നമ്പർ 19 എന്ന് കിട്ടി. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ബാർ 19 ആണ്. സോ ആ 19 നമ്പേഴ്സ് കിട്ടി. ഒരു ബാറിന്റെ ലെങ്ത് 6.328 ആണ്. സോ അങ്ങനെ ടോട്ടൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുശേഷം ടോട്ടൽ ലെങ്ത് കിട്ടിയാൽ ടോട്ടൽ വെയിറ്റ് നമുക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം ലാസ്റ്റ് ഐറ്റം ആണ് ഐറ്റം നമ്പർ 4, ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ബാർ 6 mm ഡയമീറ്റർ. അതായത് ടോപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമ്മൾ ഇതിനു മുമ്പ് ഐറ്റം നമ്പർ 3 കണ്ടുപിടിച്ചിരുന്നത് ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാർ ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പോർഷനിൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഉണ്ടല്ലോ. സോ അതിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. സോ അതിന്റെ ഒരു എന്താണ് ഓറിയന്റേഷൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. സ്ലാബ് ആണ് 6. സോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ കേസിലാണെങ്കിൽ ഇതിങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3 ബാർ ഇവിടെ വന്നതിന് ശേഷം ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്, അതിനുശേഷം വീണ്ടും 3 ബാർ. സോ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇത് എൻഡ് വരെ ഉണ്ടാവും കേട്ടോ. ഞാനിത് വരച്ചപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ആ ഓറിയന്റേഷൻ മാത്രമാണ് വരച്ചത്. ഓക്കെ, സോ ഇനി പറയാൻ പോകുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ലെങ്ത് ഓഫ് 1 ബാർ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബാറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഓഫ് സ്ലാബ് എത്രയാ? 6300 മൈനസ് 2 × 40. 2 × 40 എന്താണ്? രണ്ട് സൈഡിലെയും കവർ കുറച്ചു. അതിനുശേഷം 18 × 6 18D ആണ്. ഓക്കെ, 9D ആണ് ഒരു ഹുക്കിന്റെ ലെങ്ത്. അങ്ങനെ രണ്ട് സൈഡും വന്നപ്പോഴത്തേക്ക് 18D വന്നു. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടി. അതിനുശേഷം എത്ര നമ്പർ ഓഫ് ബാർസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 6 എന്ന് എടുക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്നത് ലെങ്ത് 500, ഇവിടെ ഒരു 500 വന്നിട്ടുണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി ഇത് ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത് 500 നമ്മൾ എടുക്കുകയാണ്. സോ ഓക്കെ, ഈ ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ് ബാർ സ്പ്രെഡ് ആയി കിടക്കുന്ന ദൂരം 500 ആണ്. ആ 500 ഡിവൈഡഡ് ബൈ 180. 180 എന്ന് പറഞ്ഞാൽ സ്പേസിംഗ് ആണ്. സോ സ്പേസിംഗ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാ? നമ്മൾ ഇത് മാത്രമാണ് 500 അല്ലേ? അപ്പൊ ഇവിടെ ഒരു 500 ഉണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് 500 വന്നപ്പോഴത്തേക്കും മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുന്നുണ്ട്. 500 ബൈ 180 മൾട്ടിപ്ലൈഡ് ബൈ 2. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടോട്ടൽ ലെങ്ത് ഓഫ് ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ബാർ 37.968. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാം. വൺസ് ടോട്ടൽ എല്ലാ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെയും ടോട്ടൽ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ടോട്ടൽ വെയിറ്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എത്ര കിലോഗ്രാം അല്ലെ എത്ര ടൺ സ്റ്റീല് വേണം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേ കാര്യങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ബാർ ബെൻഡിങ് ഷെഡ്യൂളിന്റെ 2 പ്രോബ്ലം നോക്കി, ഒരു ബീമും ഒരു സ്ലാബും. സോ ഇതേ രീതിയിൽ തന്നെയാണ്. ഇതേ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ എല്ലാ സ്ട്രക്ചറൽ മെമ്പേഴ്സിന്റെയും
റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു റീറ്റെയിനിങ് വോളോ അല്ലെങ്കിൽ ഒരു കോളം വന്നു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ഒരു ഒരു മെമ്പറിൽ അതിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് പോസിബിൾ ആണ്. പിന്നീട് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ചെയ്തതെല്ലാം ഒരു ഒരു എന്താണ് ഒരു എക്സാമ്പിൾ പോലെ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് ഡ്രോയിങ് ആയിരിക്കും. ഇതിനു മുമ്പ് ഓട്ടോക്യാഡ് വെച്ച് ഞാൻ പഠിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സോ ഓട്ടോക്യാഡ് ഡ്രോയിങ് ആയിട്ടായിരിക്കും തരുന്നത്. സോ ആ കേസിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ലെങ്തും ഒക്കെ എടുക്കാൻ പറ്റും. ലെങ്ത് എടുക്കാനുള്ള വഴി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓട്ടോക്യാഡ് വെച്ച് എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഓട്ടോക്യാഡ് ഡ്രോയിങ്ങിലെ 2 പോയിന്റ് തമ്മിലുള്ള ദൂരമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഓട്ടോക്യാഡ് ഡ്രോയിങ് ആയിട്ടാണ് തരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ ലെങ്തും എല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനുശേഷം എക്സൽ വഴി എക്സലിലെ ഫോർമുല ഒരു സെല്ലിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് എന്താണ് അത് തന്നെ കോപ്പി ചെയ്തിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓരോത്തിനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഡെൻസിറ്റിയുടെ വാല്യൂ, ഏരിയയുടെ വാല്യൂ, അതെല്ലാം നമുക്കൊരു കോൺസ്റ്റന്റ് ആക്കി ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സലിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഈ 2 പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് എനിക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും നമ്മൾ ഒന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്റ്റിമേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എസ്റ്റിമേഷൻ ഓഫ് സ്റ്റീല് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതർ മെറ്റീരിയൽസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് സ്റ്റീലിൻ്റെ കേസിൽ. ഓക്കെ, താങ്ക് യു.